നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മോളെ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി വാതില് തുറക്ക്. മോളെ വാതില് തുറക്കാൻ. നീ അമ്മയെ വിളിക്കുന്ന വാതില് തുറക്കാൻ. എന്താ സംഭവിച്ചെന്ന് നീ അമ്മയോട് ഒന്ന് പറ. മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി മോളെ, ശ്രീകുട്ടി, ശ്രീകുട്ടി മോളെ. പ്രഭേ ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. അയ്യോ മോളെ, മോളെ അമ്മയെ വിളിക്കുന്നേ. വാതില് തുറക്ക് നീ. മോളെ ശ്രീകുട്ടി, മക്കളെ നീ വാതിലൊന്ന് തുറക്ക്. മോളെ. എന്താ ശ്രീകുട്ടി വന്നോ? ആ മംഗലശ്ശേരിയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ബാഗ് എടുത്തോണ്ട് അവള് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി. മോളെ വാതിൽ തുറക്ക്. മോളെ, മോളെ വാതിൽ തുറക്ക്. ശ്രീകുട്ടി, മോളെ അച്ഛനാ വിളിക്കുന്നേ. മോളെ. ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്കും നീ എന്തിനാ ബാഗ് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? നീ ഒന്ന് സമാധാനത്തോടെ ചോദിക്കൂ കാഞ്ചനെ, എന്താ മോളെ പ്രശ്നം? ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കില്ല. അതിനുള്ള കാരണമാ ചോദിച്ചത്. അമ്മുവിന് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടാതെ ഞാൻ ഇനി മംഗലശ്ശേരിയിലേക്കില്ല. നീ വെറുതെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി വരില്ലെന്ന് എനിക്കറിയാം. എന്ത് സഹിച്ച് ഞാൻ അവിടെ പിടിച്ചു നിന്നേനെ. പക്ഷെ സഞ്ജു എന്നോട് കാണിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അറിയാലോ, ഇന്ന് സഞ്ജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സഞ്ജുവിന് ധരിക്കാൻ ഞാനൊരു ഡ്രസ് എടുത്ത് സമ്മാനിച്ചതാ. പക്ഷെ സഞ്ജു ബർത്ത്ഡേ ഫംഗ്ഷന് ധരിച്ചത് അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാ. പ്രഭ കേട്ടില്ലേ? ഇനി എന്ത് പ്രതീക്ഷയിൽ എന്റെ മോൾ അവിടെ നിൽക്കും? ഇനി ആ പെണ്ണിനെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ. ഇനി ആര് പറഞ്ഞാലും ഞാൻ കേക്കില്ല. എനിക്ക് എന്റെ മോളുടെ ജീവിതമാ പ്രധാനം. നിക്കേ കാഞ്ചന, നീ ഒന്ന് അടങ്ങ്. ഇനി ഞാൻ അടങ്ങിയിരിക്കണോ? അവൻ ആ പെണ്ണിനോട് അടുപ്പം തോന്നി തുടങ്ങിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവൻ അവളെ മതിയെങ്കിൽ എന്റെ മോളെ അവൻ ഡിവോഴ്സ് ചെയ്യട്ടെ. നമുക്ക് ഈ നാട് തന്നെ വിട്ടു പോകാം. കാഞ്ചനെ, എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.